ഇവിടെ പതുക്കെ വെളിച്ചം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് അവധി ദിവസം ആയതുകൊണ്ട് തന്നെ രണ്ടുപേരുടെ കൂടെ വന്നിരിക്കുന്നുണ്ട്. ചുറ്റുള്ള കാട്ടിൽ നിന്ന് ഗിബ്ബൺസ് ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിവിടുത്തെ പതിവ് പറ്റാത്ത ഒന്നാണ്. ഇവരുടെ ഭാഷയിൽ ഹൂറു എന്ന് പറയും. ഇതൊരു പതുക്കെ ജീവിക്കുന്ന മനുഷ്യന്മാരുടെ നാടാണ്. ഇങ്ങനെ പതുക്കെ തുടങ്ങിയ ദിവസത്തിൽ എന്തെങ്കിലും ചെറുതായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കണം. കെയിലോ അടിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ക്ലേ വാങ്ങിക്കുന്നതും അത് ചെയ്യാൻ ശ്രമിക്കണതൊക്കെ. അന്ന് കൂടെ കൂട്ടുകാരൊക്കെ വന്നിരിക്കുകയായിരുന്നു പെയിൻ്റ് അടിക്കാനും സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കാനും. ഞാൻ ആദ്യമായിട്ട് ചെയ്തത് റൂണീനായിരുന്നു. വലിയ ധാരണ ഇല്ലെങ്കിലും അന്നത് ചെയ്തപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇപ്പോൾ തോന്നുന്നു വീണ്ടും അത് ചെറുതായിട്ട് പഠിച്ചു തുടങ്ങാമെന്ന്. ഇവിടെ ചുറ്റും ധാരാളമായിട്ട് ചിത്രശലഭങ്ങളെ കാണാം. കൂടാതെ ബുൾബുളും ഫ്ലൈ ക്യാച്ചറും ട്രോങ്കോയും എണ്ണത്തിൽ കൂടുതലാണ്. PGക്ക് പഠിക്കുന്ന സമയത്താണ് ബേർഡ്സ് റിലേറ്റഡ് ടോപ്പിക് എടുക്കുന്നതും പ്രൊജക്റ്റ് ചെയ്യുന്നതും. അപ്പോഴാണ് കൂടുതലായിട്ട് പക്ഷികളെക്കുറിച്ച് പഠിക്കുന്നതും നിരീക്ഷിക്കുന്നതൊക്കെ. അതിനുശേഷം ഞാൻ കണ്ടിരുന്ന ബുൾബുൾ 2 തരത്തിലാണെന്ന് മനസ്സിലായത്. കുറേ തരം ബുൾബുൾ ഉണ്ടെങ്കിലും ഞാൻ സ്ഥിരമായിട്ട് കാണാറുള്ളത് 2 തരത്തിലായിരുന്നു. ഇവിടെ ഓരോ വർഷത്തിൽ ഇടവിട്ട് കഴിക്കുന്ന ഓറഞ്ച് കഴിക്കാനായിട്ട് കുറേ ബുൾബുൾ വരും. റെഡ് വെൻറ്റഡ് ബുൾബുളിനെ നാട്ടു ബുൾബുൾ എന്നും റെഡ് വിസ്കേർഡിനെ ഇരട്ടത്തലച്ചി എന്നാണ് വിളിക്കാറ്. വാലിൻ്റെ പിറകിലായിട്ട് കാണുന്ന ചുവന്ന നിറമുള്ളതുകൊണ്ടാണ് റെഡ് വെൻറ്റഡ് ബുൾബുൾ എന്ന് പേര് വന്നത്. റെഡ് വിസ്കേർഡ് ബുൾബുൾ ആകട്ടെ തലയിൽ പൂവ്, അതായത് ക്രസ്റ്റ് എന്ന് പറയും. കൂടാതെ കണ്ണിൻ്റെ സൈഡിലായിട്ട് ഒരു ചുവന്ന കളറുണ്ട്. റെഡ് വിസ്കേർഡ് ബുൾബുളിനെ സ്കൾപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ചെറുതായിട്ടൊന്ന് സ്കെച്ച് ചെയ്തു. 3 ഭാഗങ്ങളാക്കിയിട്ടാണ് ചെയ്തു വന്നത്. അതിൻ്റെ ബോഡി, ഹെഡ്, ഫെദർ. തലയുടെ ഭാഗത്ത് കൂടുതലായിട്ടും ക്രസ്റ്റിനെ ഡോമിനൻ്റ് ആയിട്ട് നിർത്തുന്നതും ഇവിടുത്തെ പ്രധാന ജലസ്രോതസ്സായ ഗ്രാമത്തിലെ കൈവരികളായ 2 പുഴകൾ ഒഴുകുന്നുണ്ട്, ദിദാരിയും സിംസാങ്ങും. പക്ഷികൾ കൂടുതലായിട്ടും ഇവിടെ വന്നിരിക്കുന്നത് കാണാം. സ്റ്റീവിനും ഷുഗും ഞങ്ങളെ ദിദാരി കാണിക്കാനുള്ള തിരക്കിലാണ്. കുട്ടികളെല്ലാവരും എന്നെ അബി എന്നാണ് വിളിക്കാറ്. ഇവരുടെ ഭാഷയിൽ ചേച്ചി എന്നാണ് അർത്ഥം. കാടിൻ്റെ ഉള്ളിൽ നിന്ന് വലിയ സൗണ്ടുകളൊന്നും ഉണ്ടാക്കരുത്, ദിദാരി ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ വെള്ളം കുടിക്കരുത്, ഇതൊക്കെയായിരുന്നു സ്റ്റീവൻ്റെ നിബന്ധനകൾ. സംസാരിക്കുന്ന ഇടയിലൊക്കെ ഹൂറ് കരയുന്നത് പോലെ ശബ്ദം ഉണ്ടാക്കായിരുന്നു സ്റ്റീവനും ഷുഗവും. ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ ക്ലേ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ബീക്കും ഐസും ക്രസ്റ്റും. ഇനി ചെയ്യാനുള്ളത് പെയിൻ്റ് അടിക്കാനും വാർണിഷ് ചെയ്യാനുള്ളതാണ്. ബീക്കിന് താഴെ ഭാഗത്തേക്കായി വെള്ള കളറും ഫെദറിന് ചാര കളറും ക്രസ്റ്റിനും കണ്ണിനും ബീക്കിനും ബ്ലാക്ക് കളറാണ് കൊടുക്കാൻ പോകുന്നത്. പക്ഷികളും ശലഭങ്ങളും കൂട്ടമായി എത്തുന്ന ഗ്രാമം, ഹുറുവിൻ്റെ ശബ്ദം നിലക്കാത്ത നാട്, പുഴയും കാടും അനായാസമായി കയറിയിറങ്ങുന്ന കുട്ടികൾ, ഇതെല്ലാം ചേർന്നൊരു കുഞ്ഞൊരു ഗ്രാമം.